ശ്രീ ജി രാമൻ നായർ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമോ താങ്കൾക്ക്? ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം ചെയ്ത ഒരു പ്രവൃത്തിയാണോ? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കരാർ കൊടുക്കുകയായിരുന്നുവല്ലോ. ഈ പറഞ്ഞ ശരിയല്ലേ? 99-ൽ സ്വർണ്ണ ക്ലാഡിങ് നിലവിൽ വന്നതാണ് ആ പാളികൾക്ക്. അതിനുശേഷം എന്തിനാണ് 2019-ൽ വീണ്ടും സ്വർണം പൂശാനുള്ള ഉത്തരവ് വന്നത്? അതിനിടയ്ക്ക് ഒരു തവണ താങ്കളും പ്രസിഡന്റ് ആയിരുന്നുവല്ലോ. ഞാനിതിനിടയ്ക്ക് പ്രസിഡന്റായ ആളല്ല. 1999-ല് ശ്രീ വിജയ് മല്ലയ്യ അദ്ദേഹമാണ് ശബരിമല ശ്രീകോവിൽ സ്വർണം പൊതിയാനുള്ള അനുവാദം ചോദിച്ചു വന്നത്. എനിക്കറിയാവുന്നിടത്തോളം രേഖകൾ വെച്ച് നോക്കിയാൽ അദ്ദേഹത്തിന് അനുവാദം കൊടുത്തു. ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞു കഴിഞ്ഞപ്പോൾ ദ്വാരപാലക ശില്പങ്ങൾ അത് നിറം മങ്ങി നിൽക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ അതുകൂടി സ്വർണം പൊതിയുന്ന പ്രക്രിയയിൽ ഉൾപ്പെടുത്തണം എന്ന് ആവശ്യപ്പെട്ടു. അതിനുള്ള അനുവാദവും കൊടുത്തു. അങ്ങനെ അനുവാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഈ സ്വർണം പൊതിഞ്ഞ് ശ്രീകോവിൽ മനോഹരമാക്കിയത്. പക്ഷെ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, എനിക്ക് അറിയാവുന്നിടത്തോളം ശബരിമലയിൽ മാത്രമല്ല, കേരളത്തിലെ തിരുവിതാംകൂറിലെ ഏത് ക്ഷേത്രങ്ങളിലും ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രത്യേകമായ നിർമ്മാണ പ്രവർത്തനങ്ങളോ മറ്റു കാര്യങ്ങളോ നടക്കുമ്പോൾ അത് ആ ക്ഷേത്ര പരിധിക്കുള്ളിൽ, ക്ഷേത്രത്തിന്റെ പരിമിതിക്കുള്ളിൽ പരിസര പ്രദേശത്ത് തന്നെ വെച്ച് ഇത് ചെയ്യണം എന്ന് മാനുവൽ വ്യവസ്ഥയുണ്ട്. എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പ്രസിഡന്റായി വന്ന സമയത്ത് ഹരിപ്പാട് കമ്പവിളക്ക് നഷ്ടപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായി. ആ കമ്പവിളക്കിന് പകരം പുതിയ കമ്പവിളക്ക് അവിടെ കൊണ്ടുവന്നു. പക്ഷെ ആ കമ്പവിളക്ക് കൊണ്ടുവന്നതിൽ ആളുകൾ തൃപ്തരായിരുന്നില്ല. ആളുകളുടെ അതൃപ്തി അവിടെ വ്യാപകമായിട്ടുണ്ടാവുകയും ആ കമ്പവിളക്കിന്റെ നിർമ്മാണത്തെക്കുറിച്ച് അന്ന് ആക്ഷേപം ഉണ്ടാവുകയും ചെയ്തപ്പോൾ ഞാൻ ചുമതലയേറ്റ ആ സന്ദർഭത്തിലായിരുന്നു. പുതിയ കമ്പവിളക്ക് സ്ഥാപിക്കുന്നതിന് അനുവാദം കൊടുത്തു. പക്ഷെ ആ കമ്പവിളക്ക് നമ്മൾ നിർമ്മിച്ചത് ഹരിപ്പാട് ക്ഷേത്രത്തിന്റെ ഊട്ടുപുരയിൽ വെച്ചായിരുന്നു. ഏതൊരു ക്ഷേത്രത്തിന്റെയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ കൊടിമരം, പുതിയ സ്വർണ്ണ കൊടിമരം വെക്കുക, അല്ലെങ്കിൽ പുതിയ കൊടിമരം ഉണ്ടാക്കുക, വിഗ്രഹങ്ങൾ മാറ്റി വാരായിൽ തലയിൽ പ്രതിഷ്ഠ നടത്തി മാറ്റി വയ്ക്കുക, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ വളരെ പണ്ട് പോലെ തന്നെയുള്ള ഒരു നടപടിക്രമം ക്ഷേത്രത്തിന്റെ പരിസര പ്രദേശത്ത് തന്നെ വെച്ച് ഇത് ചെയ്യണമെന്നുള്ളതാണ്. വാസ്തവത്തിൽ ഇതേ മലയിൽ അന്ന് ധാരാളം പണിക്കാരെ പത്തനംതിട്ടയിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അദ്ദേഹം ഹെലികോപ്റ്ററിൽ ലാഹയിൽ ഇറങ്ങി ഒക്കെ വന്നാണ് ഈ നിർമ്മാണം നടത്തിയത്. ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുഴുവൻ അവിടെ വെച്ചാണ് ചെയ്തത്. ഈ ദ്വാരപാലകന്മാരെ സ്വർണം പൊതിഞ്ഞ നടപടി നടത്തിയത് അവിടെ വെച്ചാണ്. വാസ്തവത്തിൽ ഇത് അവിടെ നിന്ന് എങ്ങോട്ടേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു കാര്യം ഈ അവസരത്തിൽ അത് ഉണ്ടാകുമായിരുന്നെങ്കിൽ 2019-ല് നിശ്ചയമായിട്ടും ഈ കാര്യങ്ങളൊക്കെ ശബരിമല ക്ഷേത്രത്തിന്റെ ആ പരിധിക്കുള്ളിൽ വെച്ച് തന്നെ ചെയ്യാമായിരുന്നു. തിരുവാഭരണ കമ്മീഷണറുടെയും സ്പെഷ്യൽ കമ്മീഷണറുടെയും ഒക്കെ സാന്നിധ്യത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് എപ്പോഴും വ്യവസ്ഥയുണ്ട്. പക്ഷേ ശ്രീ രാമൻ നായർ, ഒരു കാര്യം കൂടി നേരത്തെ ചോദിച്ച സംശയം, ഇത് എന്തിനാണ് 2019-ൽ വീണ്ടും സ്വർണം പൊതിയുന്നത്? അതിനെന്ത് ന്യായീകരണം പറയാൻ കഴിയും? ഇപ്പോൾ തന്ത്രി അതിന് അനുവാദം നൽകി എന്നതുകൊണ്ട് മാത്രം എന്തിനാണത്? ഇപ്പോൾ 99-ൽ അതിൽ മറ്റ് സാങ്കേതികമായ എന്തെങ്കിലും കാര്യമുണ്ടോ? 99-ൽ ഗോൾഡ് ക്ലാഡിങ് ആയിക്കഴിഞ്ഞു. അപ്പോൾ അത് 2019-ൽ സ്വർണം പൂശുവാൻ, അത് പ്ലേറ്റിംഗ് ആണല്ലോ, അതിനുവേണ്ടി കൊണ്ടുപോകുന്നു എന്നാണ്. കൊണ്ടുപോവുകയും ചെയ്തു, തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. സംശയം, ഈ കൊണ്ടുപോയത് യഥാർത്ഥത്തിൽ ഇത് ഈ ചെമ്പിൽ സ്വർണം പൂശിയ, സ്വർണ്ണ ക്ലാഡിംഗ് ഉണ്ടായിരുന്ന ആ ദ്വാരപാലക ശില്പത്തിൻ്റെ പാളി തന്നെ ആയിരുന്നോ എന്ന ചോദ്യം വരാം. കാരണം അതിനിടയ്ക്ക് അത് എടുത്തു മാറ്റിയോ എന്നുള്ള സംശയം വരാം. പിന്നെ ഈ 2019-ൽ ചെന്നൈയിലേക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്ഥാപനത്തിലേക്ക് ഗോൾഡ് പ്ലേറ്റിങ്ങിനായിട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ ഒരു മാസത്തെ എന്തോ കാലതാമസം വന്നു. അവിടെ ചെന്നൈയിൽ കിടന്നു. അതിനുശേഷമാണ് തിരുവാഭരണ കമ്മീഷണർ പോയി അത് പരിശോധിച്ച് അതിൻ്റെ തൂക്കമെടുത്തതും അത് കോപ്പർ പ്ലേറ്റ് ആണെന്ന് സ്ഥിരീകരിച്ചതും. ഇതിലൊക്കെ സംശയം വരികയാണല്ലോ. ഇനി ഇവിടെ നിന്ന് കൊണ്ടുപോയത് സ്വർണം സ്വർണ്ണ ക്ലാഡിംഗ് ഉണ്ടായിരുന്ന ദ്വാരപാലക ശില്പപ്പാളിയാണോ? അത് ചെന്നൈയിൽ കൊണ്ടുപോയപ്പോൾ അത് മാറ്റി അത് ചെമ്പായി മാറിയോ? ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ അതിലുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. സംശയങ്ങളല്ല, വാസ്തവത്തിൽ സംഭവിച്ചത് അങ്ങോട്ട് പോയ ദ്വാരപാലകരല്ല ഇങ്ങോട്ട് വന്നത്. അതാണ് സത്യം. ഇവിടെ നേരത്തെ ആദ്യമായിട്ട് സൂചിപ്പിച്ചതുപോലെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഈ കഥാപാത്രം കുറെ വർഷങ്ങളായിട്ട് ശബരിമലയിലെ എല്ലാ മേഖലയിലും സ്വാധീനമുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഞാനിപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അദ്ദേഹം തന്ത്രിമാരുമായിട്ടും അതുപോലെ തന്നെ മേൽശാന്തിമാരുമായിട്ടും ശബരിമലയുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റ് ദേവസ്വം അധികാരികളുമായിട്ടും എല്ലാം വളരെ കൂടുതൽ ബന്ധമുള്ള ഒരാളാണ്. അപ്പോ അങ്ങനെ കുറെ ആളുകൾ ശബരിമലയെ ചുറ്റിപ്പറ്റി എപ്പോഴും കാണാറുണ്ട്. തമിഴ്നാട്ടിലും കർണാടകത്തിലും ആന്ധ്രയിലുമൊക്കെയുള്ള വലിയ കോടീശ്വരന്മാര് ശബരിമലയ്ക്ക് വരുന്ന ആളുകളുടെ പിണിയാളുകളായി വന്ന്
ഇവിടെ ചില കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുകയും അവിടെ ചില കാര്യങ്ങൾ ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കുറെ ആളുകൾ ശബരിമലയോട് ബന്ധപ്പെട്ടപ്പോഴും കാണാറുണ്ട്. അല്ല, താങ്കൾ പറയുന്നത് ചെന്നൈയിലേക്ക് 2019 സ്വർണം പൂശാൻ കൊണ്ടുപോയ, അത് ദ്വാരപാലക ശില്പം എന്ന് പറയാൻ പറ്റില്ല, ദ്വാരപാലക ശില്പത്തിന്റെ പാളി, അതിനെ കവർ ചെയ്തിരിക്കുന്ന പാളി, അതല്ല തിരികെ വന്നത് എന്നാണ് അല്ലെ? അത് താങ്കൾക്ക് പറയാൻ കഴിയുന്നത്? അതെ, അങ്ങനെയാണല്ലോ ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അങ്ങോട്ട് കൊണ്ടുപോയത് ഈ വിജയമല്ലികയുടെ കാലത്ത് തന്നെ ഉണ്ടാക്കിയ ദ്വാരപാലക ശില്പത്തിന്റെ ഭാഗമാണ്. പക്ഷെ തിരികെ വന്നത് തന്നെയല്ലോ അതിന്റെ ഓർഡറിൽ അവർ പറയുന്നത് ചെമ്പ് സ്വർണം പൂശുന്നതിന് വേണ്ടി കൊണ്ടുപോകുന്നു എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവിൽ തന്നെ പറയുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൽ ചിലപ്പോൾ തെറ്റാണല്ലേ? അതിപ്പോൾ ചെമ്പ് തന്നെയാണോ കൊണ്ടുപോയത്? അത് സ്വർണ്ണ ക്ലാഡിങ്ങോട് കൂടിയ ദ്വാരപാലക ശില്പത്തിന്റെ പാളി ആയിരുന്നിരിക്കാം. അത് പക്ഷേ ചെമ്പെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി, അങ്ങനെയും വരാം. കാരണം അങ്ങനെയാണെങ്കിൽ പിന്നെ അത് തന്നെ തിരിച്ചു വരണമല്ലോ. ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ, ശ്രീ ജി രാമൻ നായർ, അന്നത്തെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്, ഈ പറയുന്ന 2010 ശേഷമുള്ള ചിത്രങ്ങളൊക്കെ. അവിടെ ഒരുപാട് പ്രമുഖരായ വ്യക്തികൾ വന്ന് അവിടെ അയ്യപ്പനെ തൊഴാൻ വന്ന ആ സമയത്തെടുത്ത ഫോട്ടോകൾ വന്നിട്ടുണ്ട്. അതിലൊക്കെ ആ തിളക്കം കാണുന്നു. അങ്ങനെ ആ സമയത്ത് അത് സ്വർണം പൂശിയ പോലെയാണ് തോന്നുന്നത്. എനിക്കതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ അറിയില്ല, പക്ഷെ അത് സ്വർണം പൂശിയ പോലെ തന്നെയാണ്, അല്ലെങ്കിൽ സ്വർണ്ണ ക്ലാഡിങ്ങോട് കൂടി തന്നെയാണ്. ഇതെങ്ങനെയാണ് കോപ്പറാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉത്തരവ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഇറക്കാൻ സാധിക്കുന്നത്? 2019 അങ്ങനെ ഒരു ഉത്തരവ് വന്നല്ലോ, ഇത് കോപ്പർ ആണ്, കോപ്പർ പ്ലേറ്റ്സ് ആണെന്ന് പറഞ്ഞുകൊണ്ട് വന്നല്ലോ. അത് ഹൈക്കോടതിയും ചോദിക്കുന്നുണ്ട്, കോപ്പർ പ്ലേറ്റ്സ് ആണെന്നല്ലോ പറഞ്ഞത്, അങ്ങനെ കൊണ്ടുപോയത് എന്തിനാണെന്ന്. ഈ അന്വേഷണം നടത്തേണ്ടത് ഇന്നത്തെ സാഹചര്യത്തോടല്ല, ഇന്നത്തെ സാഹചര്യത്തിൽ ഉണ്ടായ സംഭവങ്ങളുമല്ല, മറിച്ച് 2019 ഇത് എങ്ങനെ അവിടെ നിന്ന് കൊണ്ടുപോയി. വാസ്തവത്തിൽ കൊണ്ടുപോയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് കൊണ്ടുപോയത്. ദേവസ്വത്തിന്റെ അധികാരപ്പെട്ട ആളുകൾ ആരും അതിനോട് ചേർന്ന് പോയിട്ടില്ല. 40 ദിവസം കഴിഞ്ഞിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞാണ് തിരുവാഭരണ കമ്മീഷൻ അറിയുന്നത് ഇങ്ങനെ ഒരു സ്വർണം പൊതിഞ്ഞ് അവിടെ ദ്വാരപാലകൻ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്ന് അറിയുന്നത്. അപ്പോ തിരുവാഭരണ കമ്മീഷൻ, ഉത്തരവാദിത്തമുള്ള തിരുവാഭരണ കമ്മീഷണറുടെ പോലും അറിവും സംഭവവും ഇല്ലാതെ, ഹൈക്കോടതിയുടെ അനുവാദമില്ലാതെ ഇത് ചെയ്തു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കുറ്റകരമായ ഒരു കാര്യമായി നാം കാണേണ്ടത്. അപ്പൊ എന്താണ് ഇതിനിടയാക്കിയത്? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്താണ് ഇതിനകത്ത് താല്പര്യം? ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ വീണ്ടും ഏതാനും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അവതരിക്കുകയാണ്. അപ്പൊ ഒരേ ആള് തന്നെ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൽ വലിയ ദുരൂഹതയുണ്ട്. അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തുടക്കം മുതലുള്ള പ്രവർത്തനം ഈ കാര്യത്തിൽ എന്തായിരുന്നു? അതിന് അദ്ദേഹം ആരോടാണ് ബന്ധപ്പെട്ടത്? ആരൊക്കെയാണ് അതിനെ സഹകരിച്ചത്? ആരൊക്കെയാണ് ഉത്തരവുകൾ കൊടുത്തത്? ഈ കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ വ്യക്തത ഉണ്ടാവണം. ആ വ്യക്തത ഉണ്ടായാൽ മാത്രമേ ഈ കേസിന്റെ യഥാർത്ഥത്തിലുള്ള ചിത്രം നമുക്ക് പുറത്തു വരികയുള്ളൂ. ഇപ്പോൾ ഇത് അവിടെ കൊണ്ടുപോയി വാസ്തവത്തിൽ അവസാനത്തെ ഘട്ടത്തിൽ നടത്തിയ കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ സംവിധാനത്തിൽ ശരിയായിരിക്കാം. ഇവിടെ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാർ പോവുകയും അത് ശരിയാക്കി കൊണ്ടുവരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും അതിൽ താങ്കൾ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, സ്പെഷ്യൽ കമ്മീഷണറെ അതിൽ ഈ ജപമാലയും യോഗദണ്ഡും ഒക്കെ അല്ലേ, അങ്ങനെ ഏതോ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി കൊണ്ടുപോയ സമയത്ത് പറഞ്ഞിരുന്നില്ല. അന്ന് ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചതാണ്, ഇനി ഏത് വസ്തു എടുത്താലും അത് പറഞ്ഞേ തീരൂ എന്ന്. പക്ഷേ ഇവിടെ പറയാതിരുന്നതിലും, പക്ഷെ പറയുന്നത് ഒരു ഫോൺ വിളിച്ച് പറഞ്ഞിരുന്നു സ്പെഷ്യൽ കമ്മീഷണറെ, പിറ്റേ ദിവസം കത്ത് മുഖേനയും അറിയിച്ചിരുന്നുവെന്ന്. പക്ഷേ അതിനു മുൻപ് തന്നെ ഇത് രാഖി രാമാനം ചെന്നൈയിലെത്തിയല്ലോ. 2025 കാര്യമാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ ഈ മാസം. ശബരിമലയ്ക്ക് പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ ഏറ്റവും നേരിട്ടുള്ള നിയന്ത്രണമുള്ള ഒരു പ്രദേശമാണ്. അവിടുത്തെ കാര്യങ്ങളെല്ലാം ഹൈക്കോടതിയുടെ അനുമതിയും ഉത്തരവും ഉണ്ടാവണം. തിരുവാഭരണ കമ്മീഷണർ മാത്രമല്ല, സ്പെഷ്യൽ കമ്മീഷനുണ്ട്, കോടതി നിർദ്ദേശിച്ച മറ്റ് ഉദ്യോഗസ്ഥന്മാരുടെ വിജിലൻസ് ഉണ്ട്. ഇവരുടെ എല്ലാം സാന്നിധ്യത്തിൽ മാത്രമേ അവിടെ കാര്യങ്ങൾ ചെയ്യാൻ അനുവാദമുള്ളൂ. 2019 ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നതിന് ഈ പറയുന്ന യാതൊരു ഫോർമാലിറ്റീസും അവർ ചെയ്തിട്ടില്ല, കോടതിയുടെ അനുവാദം വാങ്ങിയിട്ടില്ല. നേരെ മറിച്ച് 1918 നമ്മുടെ വിജയമല്ലിക ഇത് സമർപ്പിക്കുമ്പോൾ അതിന്റെ സമർപ്പണം നടത്തിയത് അന്നത്തെ ദേവസ്വം ബെഞ്ചിൽ ചുമതല വഹിക്കുന്ന ഹൈക്കോടതി ജഡ്ജി ലക്ഷ്മണനായിരുന്നു. അദ്ദേഹം വന്നാണ് അത് ചെയ്തത്. അപ്പൊ കോടതി എത്രമാത്രം ഈ കാര്യത്തിൽ താല്പര്യപൂർവ്വമാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ശബരിമലയുടെ ഓരോ കാര്യത്തിലും ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്തത് എന്നുള്ളത് ഓരോ കാര്യങ്ങൾ നമ്മൾ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ ഇത് ആരെയും അറിയിക്കാതെ, കോടതിയുടെ ഉത്തരവില്ലാതെ, കോടതിയുടെ അനുവാദമില്ലാതെ നടത്തിയ ഈ നടപടി ഒട്ടേറെ ദുരൂഹതകൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. ശരി, ഒരു സംശയമില്ല.